ഈ വിവാഹത്തിൽ നിന്ന് അവർ പിന്മാറിക്കോളും. അഥവാ വിവാഹം നടത്താൻ അവർക്ക് പണം ഉണ്ടെങ്കിൽ തന്നെ ഈ വിവാഹം നടത്താൻ രാഗി അനുവദിക്കില്ല. മുടക്കിയിരിക്കും. പോ, നീ കേറ്. ദൈവമേ, ഇവൾ പൂതനെ. ഇവളുടെ രീതികൾ കണ്ടപ്പോ തന്നെ ഇവളുടെ ഉള്ളിലിരിപ്പ് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയതാ. ഇപ്പൊ അത് വ്യക്തമായി. താൻ എന്ത് പണിയാടോ ഈ കാണിച്ചത്? ചെക്ക് ഒപ്പിട്ട് തരാന്ന് ശങ്കരൻ പറഞ്ഞപ്പോ താൻ എന്താ വാങ്ങാത്തത്? നമുക്കൊരു മനസാക്ഷിയില്ലടോ. മനുഷ്യത്വമുള്ള ആരെങ്കിലും ഈ സമയത്ത് ശങ്കരനിൽ നിന്ന് പണം വാങ്ങുമോ? മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാതെ അവര് വിഷമിക്കുന്നത് താനും കണ്ടതല്ലേ? മനസ്സിലായി. ഈ അവസ്ഥയിൽ നിന്ന് കരകയറ്റാനല്ലേ നമ്മൾ കമ്പനിയുമായിട്ട് ചർച്ച നടത്തുന്നത്. അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതുപോലെയാണോ കടം വാങ്ങിയ വലിയ തുക അടച്ചൊക്കെ ഉടനെ വേണ്ടെന്ന് പറയുന്നത്? അതൊട്ടും ശരിയായില്ല. സോമ, ആശുപത്രി വിട്ടുകഴിഞ്ഞാൽ ഉടൻ ശങ്കരൻ ചെക്ക് ഒപ്പിട്ട് തന്നിരിക്കും. അവൻ ചതിക്കുന്നവനൊന്നുമല്ലെന്ന് തനിക്കും അറിയാവുന്നതല്ലേ? അറിയാം. ശങ്കരനെ എനിക്കും വിശ്വാസമാണ്. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ, ആശുപത്രി കിടക്കുന്ന ശങ്കരന് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ? മനുഷ്യരുടെ കാര്യമല്ലേ, അതും നമ്മൾ ചിന്തിക്കണം. അരുത്, അരുത് സോമ. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പണം കൊണ്ട് അളക്കരുത്. നമ്മളെ 3 ശരീരവും ഒരേ മനസ്സുമുള്ളവരാണ്. അവൻ അരുതാത്തത് സംഭവിക്കുമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ആപത്തൊന്നും സംഭവിക്കരുത് എന്ന് ഉള്ളൊരുകി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. എന്താ മോനെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ലക്ഷക്കണക്കിന് രൂപയുടെ കടവല്ലേ അച്ഛൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. അത് വീട്ടിൽ തീർക്കേണ്ട ഭാരം ഏറ്റെടുക്കാൻ എന്നെ കൊണ്ടാവില്ല. എനിക്കതിനുള്ള നിവൃത്തിയില്ല. ജോലിയില്ല, കിടപ്പിലുമായി. എന്നിട്ടും കയ്യിലുള്ള മണം കണ്ണി കണ്ടവന്മാർക്ക് കൊടുക്കാനല്ലേ ഇങ്ങനെ നോക്കുന്ന? നീ മാധവൻ സാറിന്റെ കാര്യമല്ലേ പറയുന്നത്? അതെ, അയാൾക്ക് പണം കൊടുക്കാനല്ലേ എന്നോട് ചെക്ക് ബുക്ക് ചോദിച്ചത്. ദൈവദോഷം പറയരുത് മോനെ. മാധവൻ സാറ് കടം തന്ന പണം കൊണ്ടാ നിന്റെ ചേച്ചിയുടെ വിവാഹം നടത്തിയത്. കാൽ കാശ് പലിശയില്ലാതെ വലിയൊരു തുകയാ തന്നത്. ഇപ്പൊ മാധവൻ സാറിന്റെ മോക്ക് കല്യാണം ഉറപ്പിച്ചിരിക്കുക. പണം തിരികെ കൊടുക്കേണ്ട നമ്മുടെ കടമയല്ലേ മോനെ? അച്ഛന്റെ പേരില് ആകെ 10 ലക്ഷത്തോളം രൂപ ബാങ്കിൽ കാണും. അതിങ്ങനെ കൊടുത്തു തീർത്താ ബാക്കിയുള്ള ബാധ്യതകൾ എങ്ങനെ വീട്ടിൽ തീർക്കും? എനിക്ക് മറ്റൊരു മാർഗമില്ലെന്നാ ഞാൻ പറഞ്ഞത്. നീ ഒന്ന് പതുക്കെ പറ മോനെ, അച്ഛൻ കേക്കും. തളർന്ന് കിടക്കുന്ന മനുഷ്യനെ നീ കൂടുതൽ തകർക്കാതെ. എല്ലാം കേട്ടോണ്ട് കിടക്ക. ഇനി ആരെ ഫോണൊന്നും വിളിക്കണ്ട. മോളെ, ഇനിയുള്ള അടുക്കള പണികളൊക്കെ ഞാൻ ചെയ്തോളാം. നമുക്കേ കല്യാണ ഒരുക്കങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. കല്യാണത്തിന് ക്ഷണിക്കാനുള്ളവരുടെ ലിസ്റ്റില് എന്റെ അമ്മയുടെ പേര് മറന്നു പോയേക്കല്ലേ? ഇത് കല്യാണം ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് അല്ല. നമുക്ക് കല്യാണത്തിന് അടുപ്പിക്കേണ്ട സാമഗ്രികളുടെ ലിസ്റ്റാ ഇപ്പൊ തയ്യാറാക്കേണ്ടത്. അഥവാ വിവാഹം നടത്താൻ അവർക്ക് പണം ഉണ്ടെങ്കിൽ തന്നെ ഈ വിവാഹം നടത്താൻ രാഗി അനുവദിക്കില്ല. നീ എന്താ ആലോചിക്കുന്നേ? രാജീവിന്റെ അമ്മയെ അമ്മയൊന്ന് വിളിക്കുന്നത് നന്നായിരിക്കും. രജിസ്റ്റർ വിവാഹം ആയാലും വിരോധമില്ലെന്നല്ലേ അവര് പറഞ്ഞത്. എന്നിട്ട് രാജീവിന്റെ സഹോദരി ഇവിടെ വന്ന് കാണിച്ച കോപ്രായങ്ങളോ? അവള് പറഞ്ഞതനുസരിച്ച് 1 കോടി മുടക്കിയാലും വിവാഹ ചെലവിന് തികയില്ല. അമ്മേ, ഈ രാഖി എന്ന് പറയുന്നവര് കാഞ്ഞ വിത്ത.
അവളും ഭർത്താവും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എങ്ങനെ ഈ വിവാഹം മുടക്കാന്നുള്ളതാ അവരുടെ ലക്ഷ്യം. അതൊക്കെ നിന്റെ തോന്നല മോളെ. സ്വന്തം സഹോദരന്റെ വിവാഹം മുടക്കണമെന്ന് ഏതെങ്കിലും ഒരു സഹോദരി ആഗ്രഹിക്കോ? പിന്നെ സഹോദരന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള ഒരു ആർഭാട വിവാഹം അത് ന്യായമല്ലേ? ഒരു രണ്ടാം കെട്ടുകാരൻ എന്തിനാ ഇത്ര ആഡംബര കല്യാണം? നീ എന്തിപ്പോ പറഞ്ഞത്? എന്നാലും അമ്മ രാജീവിന്റെ അമ്മയൊന്ന് വിളിക്കണം. രാഖിയും ഭർത്താവും വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരറിഞ്ഞിരിക്കണം. എനിക്കിപ്പോ പേടിയാ. ഈ പൂതനയോടൊപ്പം വന്ദന എങ്ങനെയാ വീട്ടിൽ കഴിയുന്നേ? അത് വേണ്ട മോളെ. അവര് വന്ന കാര്യം രാജീവും അമ്മയെ അറിയരുതെന്നല്ലേ രാഖി പറഞ്ഞിട്ടുള്ളത്. ആ സ്ഥിതിക്ക് അവരെ വിളിച്ചറിയിച്ച് പ്രശ്നം ഉണ്ടാക്കണോ? നീ വിഷമിക്കണ്ട. വന്ദനയുടെ കല്യാണം നടത്താനുള്ള പണമൊക്കെ മാധവേട്ടന്റെ പക്കലുണ്ട്. നീ ലിസ്റ്റ് തയ്യാറാക്ക്. ഏറ്റവും ആദ്യം ബുക്ക് ചെയ്യേണ്ടത് കല്യാണ മണ്ഡപ. ദാ എഴുത. ഒരു കോടീശ്വരനെ കെട്ടാൻ പോയി നമ്മള് പിച്ചക്കാരാവാതിരുന്നാ മതിയായിരുന്നു. ജോത്സ്യരെ, രാഷ്ട്രീയമായും സാമ്പത്തികമായും വളരെ ഉന്നത നിലയിലുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയുടെ ജാതകമാണിത് അല്ലേ? ഈ ബന്ധമൊന്ന് നടന്നു കിട്ടിയാൽ അത് എൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വളരെയധികം ഗുണം ചെയ്യും. അതുകൊണ്ട് എങ്ങനെയും ഈ ജാതകങ്ങൾ തമ്മിൽ ഒരു പൊരുത്തമുണ്ടാക്കണം. അതിനാ നിങ്ങളെ തന്നെ പൊരുത്തം നോക്കാൻ വിളിച്ചതും. ജ്യോത്സ്യരെ, അദ്ദേഹത്തിന്റെ വാക്കും കേട്ടോണ്ട് ചേരാത്ത ജാതകങ്ങളൊന്നും ചേർക്കാൻ നിൽക്കരുത്. ജഗനുമായി എല്ലാ ഉത്തമ പൊരുത്തങ്ങളും ഒത്തുവന്നാലേ ഈ കല്യാണം നടത്തൂ. കല്യാണം കുട്ടിക്കളിയല്ലോ. എടി അബദ്ധേശ്വരി, വാ തുറന്ന അബദ്ധമേ പുറത്തേക്ക് വരൂ. കഷ്ടം. എടാ മോനെ, ഓ സുമലത നാക്കെടുത്ത മണ്ടത്തരവും വിവരക്കേടും മാത്രമേ എഴുന്നള്ളിക്കൂന്ന് നിനക്കറിയാലോ. എന്നാലും ജഗന്റെ വിവാഹ കാര്യത്തെ കുറിച്ചുള്ള അവളുടെ അഭിപ്രായത്തിനോട് ഞാനും യോജിക്കുന്നു. പൊരുത്തം നോക്കിയിട്ട് മതി കല്യാണം. അമ്മ ഇവളുടെ പക്ഷത്തായോ? അതെ, ജഗനെ കൊണ്ട് എടുപിടിന്ന് കെട്ടിക്കണ്ടെന്നുള്ള അഭിപ്രായമായിരുന്നു എനിക്കും. പക്ഷേ കുറെ ചിന്തിച്ചപ്പോ അവനെ കൊണ്ട് ഉടനെ കെട്ടിക്കുന്നതാ ബുദ്ധിന്ന് എനിക്കും തോന്നി. ഈ ജാതകങ്ങൾ തമ്മിൽ നോക്കിയിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ അനിയന് നല്ലൊരു ജീവിതമായി. പിന്നെ അച്ഛന്റെ രാഷ്ട്രീയ ഭാവി നോക്കാൻ ജിതേന്ദ്ര ചേട്ടനുണ്ടല്ലോ. ഓ, അപ്പോ എന്റെ രാഷ്ട്രീയ ഭാവിയിലേക്ക് നിന്റെ ഭർത്താവിനെ തൊള്ളിക്കേറ്റാനാണ് നീ തുരിഞ്ഞിറങ്ങിയിരിക്കുന്നല്ലേ? എന്നാ അത് നടക്കില്ല മരുമോളെ. നിന്റെ ഭർത്താവേ ഒരു ഇന്റർനാഷണൽ വേസ്റ്റാ. ദേഷ്യം വന്നു കുട്ടിക്ക്, ദേഷ്യം വന്നു. ജ്യോത്സ്യരെ, ജാതകങ്ങൾ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പോ ചെറിയ കുഴപ്പം എന്തോ ഉണ്ടെന്നർത്ഥം. എന്തായാലും ഈ ബന്ധം വേണ്ട. എന്താ കുറുപ്പ് സാറിന്റെ അഭിപ്രായം? എന്നാ പിന്നെ വിട്ടേക്കാം. ഇതിലും നല്ല ബന്ധം കിട്ടുമെന്ന് നോക്കാം. വേണ്ട, ഇപ്പൊ തന്നെ വിപ്ലവം കൂടുതലാണെന്ന് അച്ഛന്റെ പരാതി. അതുകൊണ്ട് തന്നെ ആകാശത്തൂടി പോകുന്നതിനെ ഏണി വെച്ച് പിടിക്കലൊക്കെ ഞാൻ നിർത്തി. ഇനി ഇങ്ങോട്ട് വന്ന് കയറിയാൽ തന്നെ പരമാവധി ഒഴിഞ്ഞു മാറി പോവുക. അതാണ് പുതിയ നിലപാട്. ഓക്കെ ബ്രോ, ഞാൻ വിളിക്കാം. ശരി. അളിയ
ആ. അറിഞ്ഞില്ലേ ആ. നിനക്ക് മൂക്ക് കയറിടാനുള്ള ആലോചനയല്ല വീട്ടുകാര്. അവിടെ നിനക്കുള്ള കല്യാണാലോചനകള് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുക. യുവനേതാവ് രാഷ്ട്രീയം വിട്ട് ഗ്രസ്താശ്രമത്തിലേക്ക് കിടക്കാൻ തന്നെ തീരുമാനിച്ചോ? ഞാൻ അറിഞ്ഞിട്ടൊന്നുമല്ല അവർ ആലോചന നടത്തുന്നത്. ഒരു പരിചയമില്ലാത്തൊരു പെണ്ണിനെ ഒരു സുപ്രഭാതത്തിൽ കൂടെ കൂട്ടുക, പിന്നീടുള്ള ജീവിതം അവളുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുക. ഹ്, എന്തൊരു വിരോധാഭാസം അത്. ആലോചിക്കുമ്പോ തന്നെ വെറുപ്പ് തോന്നുക. അപ്പൊ നീ കല്യാണം കഴിക്കുന്നില്ലേ? എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട പെണ്ണിനെ പറ്റി എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണോ? എനിക്കൊന്ന് കേൾക്കട്ടെ ആ സങ്കല്പങ്ങളൊക്കെ. ഞാൻ പറയാം. ഞാൻ അവളെ കണ്ടുമുട്ടുന്ന ആദ്യ കാഴ്ചയിൽ ആ രൂപം എന്റെ ഹൃദയത്തിൽ ഒരു പുതുമഴ പോലെ പെയ്തിറങ്ങണം. എന്നിട്ട് അവളുടെ കണ്ണുകളിൽ പറഞ്ഞാൽ തീരാത്ത കഥകൾ ഉണ്ടാവണം. കൊള്ളാം, കഥ പറയുന്ന കണ്ണുകൾ. പിന്നെ ചുവന്ന തൊടുത്തൊരു പെണ്ണിനെയല്ല, അല്പം നിറം കുറഞ്ഞാലും ഓരോ പ്രാവശ്യം കാണുമ്പോഴും വീണ്ടും വീണ്ടും കാണാൻ കൊതി തോന്നുന്ന വൈബുള്ളൊരു പെണ്ണ്. എപ്പോഴും എന്റെ ഹൃദയടിപ്പിന്റെ താളം തെറ്റിക്കുന്ന ഒരു നാടൻ സുന്ദരി. കൊള്ളാം. ഇത്തരത്തിലൊരു പെണ്ണ് ഇവിടെ അധികം ഒന്നും കാണാൻ വഴിയില്ല. അല്ലെങ്കിൽ വല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുണ്ടാക്കണം. അങ്ങനെ ഒരാൾ വരും എന്റെ ജീവിതത്തിലേക്ക്. അന്നേ ഈ ജഗൻ താലിമാല കയ്യിലെടുക്കും. അപ്പൊ നിത്യബ്രഹ്മചാരിയായ ഒരു നേതാവിനെ കൂടി പാർട്ടിക്ക് കിട്ടിയെന്ന് അർത്ഥം അല്ലടാ? ചന്ദ്രികെ, കടുപ്പത്തിലൊരു ചായ. മാധവേട്ടാ, ആ. ദാ ചായ. ആഹാ, ചായ ഇട്ടു വച്ചിരുന്നോ? ഇതാണ് ഭാര്യ. ഭർത്താവിന്റെ മനസ്സ് മുൻകൂട്ടി വായിക്കാൻ കഴിവുള്ളവൾ. ഡയറിയിൽ എന്താ? കല്യാണ ചിലവുകളുടെ ഒരു എസ്റ്റിമേറ്റാ. മാധവേട്ടന് എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഇതിനൊക്കെയുള്ള പണം നമ്മള് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അതെടുത്താ പോരെ? ആ, അതെടുക്കാം. പക്ഷെ ഒരു ഒപ്പിന്റെ കുറവുണ്ട്. ഒപ്പിന്റെ കുറവോ? മാധവേട്ടന്റെ പേരിലുള്ള ആ പണത്തിന് ആരാണ് ഇനി പ്രത്യേകിച്ച് ഒപ്പിടാനുള്ളത്? ആ പൈസ പിൻവലിച്ച് ശങ്കരന് 10 ലക്ഷം കടം കൊടുത്ത കാര്യം ഇവക്കറിയില്ലല്ലോ. മാധവേട്ടന് എന്താ ഈ ആലോചിക്കുന്നേ? ആരുടെ ഒപ്പിന്റെ കാര്യ പറയുന്നേ? ആ, അത് പിന്നെ ബാങ്ക് മാനേജറുടെ ഒപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അയാൾ കുറച്ചു ദിവസത്തേക്ക് ലീവിലാണെന്ന് തോന്നുന്നു. ഞാൻ അയാളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നോക്ക് മാധവേട്ട, സമയം അങ്ങ് പോയി. കത്ത് പോലും നമ്മൾ ഇതുവരെ അടിച്ചിട്ടില്ല. മണ്ഡപത്തിൽ അഡ്വാൻസ് കൊടുക്കണം, പാചകക്കാരനെ ഫിക്സ് ചെയ്യണം, സ്വർണം വാങ്ങണം, പയ്യനിടാനുള്ള മോതിരം വാങ്ങണം. മാധവേട്ടൻ ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ ഇരുന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കില്ല. എനിക്കറിയാം ഈ മനസ്സ്. ബാങ്കില് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്ന പൈസ പിൻവലിക്കുമ്പോ എന്റെ വീട്ടുകാരോട് ഞാൻ ചെയ്ത 3 നിലയുള്ള വീട് എന്നുള്ള ശബ്ദം അത് പാലിക്കാൻ പറ്റില്ല എന്നുള്ള ടെൻഷനല്ലേ? അതൊക്കെ നടക്കും മാധവേട്ട. ഇപ്പൊ നമുക്ക് നമ്മുടെ വന്ദന മോളുടെ കല്യാണം നടത്താം. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. ചായ കുടിച്ചില്ലല്ലോ? കുടിക്കാം. കുടിക്കാം. അമ്മ പറഞ്ഞതുപോലെ നാളറിഞ്ഞു വേണം എൻ്റെ മോളുടെ കല്യാണം നടത്താൻ. തനിക്ക് തരാനുള്ള പണം ഇപ്പൊ തന്നെ തന്നേക്കാം. അതൊന്നും ഇപ്പൊ വേണ്ട. ആശുപത്രി കിടക്കുന്ന ശങ്കരന് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ
അത് കഷ്ടമല്ലേ. തിരക്ക് കൂട്ടാതെ ഞാൻ അങ്ങോട്ടല്ലേ വരുന്നേ. വന്ദനേച്ചി ആരുടെ മുന്നിലും ചിരിക്കാറില്ലല്ലോ. ഇപ്പൊ ഫോണിലൂടെ ചിരിയും കളിയും വർത്താനവും ഒക്കെയാ. മനസ്സിലായി, ഭർത്താവാകാൻ പോകുന്ന ആളുമായിട്ടാ ശൃംഗാരം. അതൊക്കെ ഞാൻ വന്നിട്ട് മതി. ഉമ്മ. ഹലോ എടി രാജീവ് സാറേ, അത് ഞാൻ വർഷയാ. കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ തുടങ്ങിയോ? രാജീവ് സാറേ, എന്താ മിണ്ടാത്തെ? ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പായോ? ഞാൻ രാജീവ് സാറല്ല, ദിയമോളാ. ദിയമോളെ, വർഷാന്റെ ആകെ ചമ്മിപ്പോയി. അങ്ങനെ തന്നെ വേണം. രണ്ടുപേര് സംസാരിക്കുമ്പോൾ ഫോൺ തട്ടിപ്പറിക്കാൻ പാടില്ല. സോറി മോളെ. ആന്റി എന്ത് ശിക്ഷയാ ഏറ്റുവാങ്ങേണ്ടത്? പറ. ഫോൺ അമ്മയ്ക്ക് കൊടുക്ക്. മോളെ പറഞ്ഞു. വർഷ ആന്റി പെൻഡിൽ കേച്ച് കയ്യും കെട്ടി നിൽക്കാൻ പറ. എന്നിട്ട് വീഡിയോ കോളിൽ എന്നെ കാണിക്ക്. ശരി മോളെ. വർഷ, നീ കസരിലൊന്ന് കയറുന്നേ. എന്തിന്? കേറ്. ഇനി കയ്യൊന്ന് കെട്ടി. കെട്ടാൻ. മോളെ, തെറ്റ് ചെയ്തതിന് കയ്യും കെട്ടി നിൽക്കുന്ന വർഷം കണ്ടോ? കണ്ടു കണ്ടു. പാവം വർഷാന്റെ ശിക്ഷിച്ചല്ലേ. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. നിയമമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. എന്റെ വന്ദന അമ്മ. മോളെ, അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്യാ. എന്ന് നേരം കുറേ. മോള് കിടന്നുറങ്ങിക്കോട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മേ. ചേച്ചി, മോളോട് മാത്രം ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞാ മതിയോ? രാജീവ് സാറിനെ ഇടയ്ക്കൊന്ന് വിളിക്കണ്ടേ? അല്ലെങ്കിലേ ചേച്ചി ഒട്ടും റൊമാൻറ്റിക് അല്ലെന്ന് രാജീവ് സാർ കരുതും. ഞാനിപ്പോ കളിതമാശ പറയാനുള്ള മാനസികാവസ്ഥയിലൊന്നുമല്ല. എന്റെ വിവാഹം നടത്താനുള്ള പണം ഉണ്ടാക്കാൻ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന ബദ്ധപ്പാടുകൾ ഞാൻ കാണുന്നുണ്ട്. അവർക്ക് പണം കൊടുത്ത് സഹായിക്കാൻ എനിക്കാവുന്നില്ലല്ലോ എന്നുള്ള ആദിയാ. സോമനാണല്ലോ. ആ സോമ, എന്താ? ഒരു അത്യാവശ്യ കാര്യം പറയാനാ ഞാൻ മാധവനെ വിളിച്ചത്. എന്താടോ? ഞാൻ പറയുന്നത് കേട്ട് താൻ തളരരുത്. പിടിച്ചു നിൽക്കാനുള്ള കരുത്തുണ്ടാവണം. താൻ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറ. നമ്മുടെ ശങ്കരന് വളരെ സീരിയസ് ആണ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. ഞാനിപ്പോ ഗീതാ ഹോസ്പിറ്റലുണ്ട്. ഹലോ 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 മാധവ. ഹലോ. താൻ ഫോൺ വെച്ചോ.
ആ